ബാർകോഴ കേസിൽ ഹൈക്കോടതിയിൽ കക്ഷി ചേരുമെന്ന് ആരോപണമുന്നയിച്ച് ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ്. വിജിലൻസ് അവർക്കാവശ്യമുള്ള രീതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയതെന്ന് ഹർജിക്കാരനായ VS സുനിൽകുമാർ MLA പ്രതികരിച്ചു. എന്നാൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളും തെളിവുകളും വിജിലൻസിന് കൈമാറുകയാണ് ബിജു രമേശ് ചെയ്യേണ്ടതെന്ന് ആന്റണി രാജു പറഞ്ഞു. ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകളിലും തെളിവെടുക്കുമ്പോൾ അവർക്ക് അനുകൂലമായ വിധത്തിലുള്ള മൊഴി രേഖപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങളാണ് വിജിലൻസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസ് നടക്കട്ടെ, കേസിന്റെ വാദം കേട്ടതിന് ശേഷം തീരുമാനിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. കാരണം ഇങ്ങനെ ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ലളിത് കുമാർ കേസുമായി ബന്ധപ്പെട്ട് അന്ന് കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള FIR ഇട്ട് രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാൻ ആവശ്യമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. വിജിലൻസ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ മൊഴി രേഖപ്പെടുത്തി തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളയാൻ വേണ്ടി 45 ദിവസത്തെ ഓർഡർ കൊടുത്ത നിയമവിരുദ്ധമായ കാര്യമാണ്. ശ്രീ ബിജു രമേശ് ആ ശബ്ദരേഖകളും ദൃശ്യരേഖകളും ഏറ്റവും കുറഞ്ഞ റിപ്പോർട്ടറിനെങ്കിലും തന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണ്ടേ? ഒളിക്യാമറ ദൃശ്യങ്ങൾ ആ യോഗത്തിന് ബാറുടമകളുടെ യോഗത്തിൽ വെച്ച് നടത്തിയ ഒളിക്യാമറ ദൃശ്യങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സത്യങ്ങളെല്ലാം ബോധ്യമായില്ലേ? 19 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഒരു തെളിവുമില്ലാതെ കേട്ടറിവ് മാത്രം വെച്ച് കേസെടുക്കാൻ ഇന്ത്യയിലെ ഏത് നിയമമാണ് പരിരക്ഷ നൽകുന്നത്? ബിജു രമേശൻ വിജിലൻസിൽ ഹാജരായിട്ട് അയാൾ പറഞ്ഞൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാൾ വീണ്ടും അത് ആവർത്തിക്കണമെങ്കിൽ അയാൾക്കെതിരെ എന്തുകൊണ്ട് ഇവർ കേസ് ചാർജ് ചെയ്യുന്നില്ല? അഴിമതി ആരോപണം ഉന്നയിച്ചവനെതിരായി സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അടിസ്ഥാനമില്ലാത്ത ആരോപണമാണെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് കേസ് ചാർജ് ചെയ്യുന്നില്ല? വിജിലൻസ് വേണമെങ്കിൽ തെളിവെടുത്തതിനു ശേഷം ഇയാൾ യാതൊരു തെളിവും കൊടുത്തില്ല, അയാളുടെ മൊഴി സത്യസന്ധമല്ല, കളവാണെങ്കിൽ ഇയാൾ ഇങ്ങനെ നിരന്തരമായി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരായി എന്തുകൊണ്ടാണ് അത് കേസ് ചാർജ് ചെയ്യാത്തതെന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്.